എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എയിംസ് വ്ലോഗ്. കൊച്ചി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറ് അറബിക്കടലിൽ ചരിഞ്ഞ കപ്പൽ MSC എൽസ പൂർണ്ണമായും കടലിൽ താഴ്ന്നു. കടലിൽ മുങ്ങിയ കപ്പൽ, തീരത്ത് മരിച്ചു പൊന്തിയ ഡോൾഫിൻ, മത്സ്യവിപണികൾ ശൂന്യമായിരിക്കുന്നു. നമ്മൾ എല്ലാവരും തന്നെ കഴിഞ്ഞ മാസം കണ്ടതാണ് വാർത്താ ചാനലുകൾ വഴി കൊച്ചിൻ തീരത്ത് ഒരു കപ്പൽ മുങ്ങിയെന്നുള്ള സംഭവം. ആ കപ്പലിനുള്ളിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? കുറെ കണ്ടെയ്നറുകൾ കടലിൽ വീണുപോയി, കൊല്ലത്തടിഞ്ഞു, ആലപ്പുഴയിൽ അടിഞ്ഞു, തിരുവനന്തപുരത്തടിഞ്ഞു, ആ ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നു. എന്നാൽ ഈ കണ്ടെയ്നറുകൾക്കുള്ളിൽ എന്തായിരുന്നു? ഇതുവരെ അധികൃതർ നമുക്കൊരു മറുപടി തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളിൽ ആശങ്ക ദിവസേന ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇത് പരിസ്ഥിതി ബാധയാണോ? കാരണം കപ്പൽ മുങ്ങിയതിന് പിന്നാലെയാണ് ഒരു ഡോൾഫിൻ ചത്തുപൊങ്ങിയത്. അതുകൂടാതെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നതുണ്ട്. മീൻ കഴിച്ചത് കൊണ്ട് അങ്ങനെ സംഭവിച്ചു, മീൻ കഴിച്ചത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നെല്ലാം. പക്ഷെ ഇതിനൊരു ഉത്തരം നൽകേണ്ട അധികൃതർ നമുക്ക് ഇതുവരെ ഒരു മറുപടി തന്നിട്ടില്ല. എന്നാൽ ഇത് ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന ഒരു ജനക്കൂട്ടം നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അതെ, മത്സ്യത്തൊഴിലാളികൾ. അവരുടെ ജീവിതമാണ് ഇപ്പൊ ആശങ്കയിൽ നിന്നുകൊണ്ടിരിക്കുന്നത്. കപ്പൽ താന്നതിന് നമ്മൾ എന്തിനു ചെയ്യും? അവർ കപ്പലിലുള്ള ഡീസൽ വെള്ളത്തിൽ കിടക്കണ മീനുകൾ കഴിച്ചാൽ അവർക്ക് എന്തെങ്കിലും അസുഖം വരും എന്നാണ് ആളുകൾ മീൻ വാങ്ങിക്കണില്ല. പാവങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ജീവിച്ചു പോട്ട്. അധികൃതരുടെ മൗനം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ ദുസ്സഹമാക്കിയിരിക്കുകയാണ്. കാരണം എല്ലാവർക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ജീവൻ നഷ്ടപ്പെടും എന്നുള്ള ഒരു ഭയം ഉണ്ടാവും. അത് സ്വാഭാവികം. നമുക്ക് മനുഷ്യരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും ഒന്ന് ഇങ്ങനെ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒന്ന് ബാക്ക് സ്റ്റെപ്പ് ചെയ്യും. കാര്യം എന്താന്ന് വെച്ചാൽ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നറിയാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അധികൃതരാണ് ഇതിനുള്ള മറുപടി കൊടുക്കേണ്ടത്. എന്നാൽ അവര് മൗനമാണ് പാലിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്നന്ന് തേടി, അതായത് മത്സ്യബന്ധനത്തിന് പോയി അത് കച്ചവടം ചെയ്ത് അന്നന്ന് കിട്ടുന്നത് കൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനസമൂഹത്തെയാണ് ഇത് ഡയറക്റ്റ് ആയിട്ട് ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അധികൃതർ അവരുടെ മൗനം വെടിഞ്ഞേ പറ്റൂ. കാരണം ഇപ്പോൾ സമൂഹത്തിൽ ഇത് പരക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സാഹചര്യം മുതലാക്കിയത് പോലെയാണോ അതോ അവരവരുടെ കർത്തവ്യം ചെയ്യുന്നു എന്നത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. 120 രൂപ കിടന്നതാ 22-ാം തീയതി. 30-40 രൂപയാണ് ഒറ്റടി കയറി. ഇന്നത്തെ റേറ്റ് 160 ഓരോ ദിവസവും റേറ്റ് കൂടിക്കൊണ്ടിരിക്കുക. പണ്ട് നമ്മളിപ്പോ മീൻ 50 രൂപയ്ക്കും 100 രൂപയ്ക്കും വാങ്ങിച്ചിരുന്ന സാഹചര്യത്തിൽ ഇന്നേ സമയം ചിക്കന്റെ വില നോക്കുവാണെങ്കിൽ അത് 160, 180 എന്ന രീതിയിലാണ് പലയിടത്തും പല വില. അപ്പോ ഒരിടത്ത് നമ്മള് മീൻ കഴിക്കാൻ പേടിയായതുകൊണ്ട് ആൾക്കാർ ചിക്കനെ ആശ്രയിച്ചപ്പോൾ ചിക്കന്റെ വില അത് കുത്തിനെ കൂടുകയും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം പട്ടിണിയിലേക്ക് കാൽ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനസമൂഹം ഇത് ബോധവൽക്കരിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിന്റെ അധികൃതർ, ഇതിന്റെ ചുമതലപ്പെട്ടവർ ഇതിനുള്ളൊരു ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തേ പറ്റൂ ജനങ്ങൾക്ക്. കാരണം ഇത് അവരുടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെയാണ് ബാധിക്കുന്നത്. വോട്ടിന്റെ ടൈമിലോ അല്ലെങ്കിൽ ഒരു പ്രളയം വരുമ്പോഴോ പ്രൈസ് ചെയ്ത് അങ്ങ് വാനോളം പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്നത് പോലെ തന്നെ അവർക്കൊരു ആവശ്യം വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കാനും നിങ്ങൾ ബാധ്യസ്ഥരാണ്. അത് എനിക്ക് പറയാനുള്ളത് ഒരു റൂളിംഗ് പാർട്ടിയോ അല്ലെങ്കിൽ ഒപ്പോസിഷൻ പാർട്ടിയോ മാത്രമല്ല. ഇതിന്റെ മുന്നിൽ ഇതിന്റെ കൂടെ നിൽക്കാൻ കഴിവുള്ള എല്ലാവരും അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ്. അധികൃതർ ഇതിനുള്ള മറുപടി തന്നേ പറ്റൂ. കടലിൽ നടന്ന ദുരന്തം, അതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണ്? കപ്പലിലുണ്ടായിരുന്ന ചരക്കുകൾ എന്തൊക്കെയായിരുന്നു? അത് പരിസ്ഥിതിയെ ബാധിക്കുമോ അതോ പരിസ്ഥിതിയെ ബാധിച്ചിട്ടുണ്ടോ? അധികൃതർ അവരുടെ മൗനം വെടിഞ്ഞേ പറ്റൂ. പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം കൊടുത്തേ പറ്റൂ. കാരണം ഇത് ബാധിക്കുന്നത് ഒരു കൂട്ടം ജനങ്ങളുടെ ജീവിതത്തെയാണ്. എന്നാൽ ഒരുപാട് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സമയത്താണ് എൻ്റെ കയ്യിൽ ഒരു വീഡിയോ കിട്ടിയത്. ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ കൂടെ തന്നെ ഈ വീഡിയോയും കൂടി ഞാൻ ചേർക്കാന്ന് വിചാരിച്ചത്. അപ്പൊ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ആഹാരം കൊടുക്കുന്ന ആരാ? കർഷകൻ നെല്ല് കൊടുക്കുന്നത് പോലെ തന്നെയല്ലേ മീൻ കൊടുക്കുന്ന മത്സ്യത്തൊഴിലാളി. ആലപ്പുഴയുടെ MP ശ്രീ KC വേണുഗോപാൽ, അദ്ദേഹം പ്രത്യേകം അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു ഈ ഒരു കാര്യത്തിൽ. കാരണം എല്ലാവരും പേടിച്ച് പുറകോട്ട് നിന്നപ്പോൾ ആ ജനങ്ങളുടെ കൂടെ വന്നിരുന്ന് ഒരു മത്സ്യ സദ്യ തന്നെ ഒരുക്കി ആ കൂട്ടത്തിൽ പങ്കാളിയായി ബോധവൽക്കരണം കൊടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നത് പ്രശംസിക്കാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാൽ പോലും നമുക്കത് അറിയാം, പൊളിറ്റിക്സിന്റെ ഭാഗമാകുമോ എന്ന് പലരും വിചാരിക്കാം. പക്ഷെ അദ്ദേഹം കാണിച്ച ആ ഒരു മാതൃക
എല്ലാവരും പിന്തുടരണം ജനപ്രതിനിധികൾ എന്ന രീതിയിൽ. പക്ഷെ അതിനേക്കാൾ ഉപരി അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, പ്രത്യേകിച്ച് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണം. കാരണം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെയാണ് ഇത് ബാധിക്കുന്നത്. സോ എല്ലാവരും ഈ ഒരു കാര്യത്തിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. കാരണം ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിയാൽ മാത്രമേ, കാരണം ഇത് സൈലന്റ് ആക്കി വെക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇതിൽ അനുഭവിക്കുന്നവർ അനുഭവിച്ചോട്ടെ. കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് നേരെയുള്ള അവഗണന ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ആവശ്യമുള്ളപ്പോൾ മാത്രം, വോട്ടിന്റെ സമയത്തോ അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് ആ ഒരു ജനവിഭാഗത്തെ എല്ലാവരും ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഒരു ആവശ്യം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു കമന്റ്, നിങ്ങളുടേതായ രീതിയിൽ ഒരു കമന്റ് ഇടുക. കടലിൽ സംഭവിച്ച ഈ ദുരന്തം പരിസ്ഥിതിയെയും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെയും എങ്ങനെ ബാധിച്ചിരിക്കുന്നു എന്ന് അറിയേണ്ട ഒരു ചുമതല നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ തന്നെ കടമയാണ്. ഈ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് എല്ലാവരും ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും രേഖപ്പെടുത്തുക. കാരണം നമ്മളുടെ ഓരോ കമന്റ്സും അവർക്ക് സപ്പോർട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ച്, ഈ കാര്യത്തെ കുറിച്ച് എന്തറിയാം, അതൊരു ഒരു എന്താ നിങ്ങളുടെ ആ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കൂടി ആയിരിക്കും. സോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനല്, കമന്റ് രേഖപ്പെടുത്തുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ബൈ.